തെങ്കാശിപ്പട്ടണം ശരിക്കും ആദ്യം പ്ലാൻ ചെയ്തത് ഒരു കണ്ണൻ്റെയും ദാസൻ്റെയും കഥയാണ്. ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ കഥ. അതാണ് ഞങ്ങൾ ആദ്യം മനസ്സിൽ കണ്ടത്. ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി, ഒരു ലവ് സ്റ്റോറി ആകണോ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി ആകണോ എന്ന് പലവട്ടം ആലോചിച്ചു. അങ്ങനെയാണ് ഒരു സൗഹൃദത്തിൻ്റെ കഥയും, എന്നാൽ അതിലേക്ക് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകണമല്ലോ. സൗഹൃദത്തിൻ്റെ കഥ വെറുതെ പറഞ്ഞു പോയാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവില്ല. അത് കഥയിൽ കോൺഫ്ലിക്റ്റ് വരണം. കോൺഫ്ലിക്റ്റാണ് കഥയെ എപ്പോഴും നയിക്കുന്നത്. കഥയെന്നല്ല, നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് കോൺഫ്ലിക്റ്റുകളാണ്. ഇപ്പോൾ ഈ കോൺഫ്ലിക്റ്റിന് വരാൻ ഏറ്റവും നല്ല മീഡിയം സ്ത്രീ കഥാപാത്രം വരിക എന്നുള്ളതാണ്. അങ്ങനെ 2 സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിലേക്ക് വന്നാൽ ഓക്കെ ആയി. അങ്ങനെയാണ് 2 പേര് വരുന്നത്. അതിന് ശേഷമാണ് ദിലീപിൻ്റെ ക്യാരക്ടറെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാനിടയായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രവും ഇത് മനോഹരമായ കോമഡിയുമായിരിക്കുമെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ ദിലീപിൻ്റെ ക്യാരക്ടർ കയറ്റിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാവ്യയുടെ കഥാപാത്രവും വന്നു. അങ്ങനെ ഇതൊരു വലിയ ക്യാൻവാസായി, ഞങ്ങൾ ഉദ്ദേശിച്ചതും വലിയൊരു ക്യാൻവാസായി മാറുകയും സൗഹൃദത്തിൻ്റെ കഥ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇത് മറ്റെന്തൊക്കെയോ ആയി മാറി. ഇതൊരു ലവ് സ്റ്റോറിയുടെ മറ്റെന്തോ ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഒടുവിൽ നമ്മൾ എത്തിയത് ഈ മെയിൻ ക്യാരക്ടർ ചെയ്യാനായിട്ട് സുരേഷ് ഗോപിയിലാണ് എത്തിച്ചേർന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സുരേഷ് ഗോപി മൊത്തം തോക്ക് കൈ പിടിച്ചുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ കൊണ്ട് ഇത്തരം ഒരു ക്യാരക്ടർ ചെയ്യിക്കുക എന്നത് ആരും ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി. ഈ ക്യാരക്ടർ അദ്ദേഹമാണോ ചെയ്യുന്നത്? അങ്ങനെ എല്ലാവർക്കും സംശയമായി, ഇതെങ്ങനെ വരും അങ്ങനെ ചെയ്താൽ? അത് കുറച്ച് വികലമാവില്ലേ, ആപ്റ്റ് ക്യാരക്ടർ അല്ലല്ലോ, കാസ്റ്റിംഗ് കറക്റ്റ് അല്ലല്ലോ എന്നൊക്കെ എല്ലാവർക്കും തോന്നിയെങ്കിലും ഞങ്ങളതിൽ തന്നെ മുറുകെ പിടിച്ചു. കാരണം ഞങ്ങൾ കണ്ട ഒരു രംഗം ഇതാണ് മനസ്സിൽ കണ്ടത്. ഈ സുരേഷ് ഗോപി അണ്ടർ ഗാർമെൻറ്റ്സ് കാണത്തക്ക വിധത്തിലും മുണ്ട് മടക്കി കുത്തി എന്ന് ഡയലോഗ് പറയുന്ന ഒരു രംഗം ഞങ്ങൾ ഓർത്ത് കുറേ ചിരിച്ചു. അത് നന്നായിരിക്കും എന്ന് തോന്നി. കാരണം അത്രയും ഷൂട്ടും കോട്ട് ഇട്ട് നിൽക്കുന്ന ആൾ ഇങ്ങനെ ഒരു ചേഞ്ച് ഓവർ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഡിഫറൻ്റ് ആയിരിക്കും, ആ ക്യാരക്ടറിന് അത് ആപ്റ്റായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. അത് ചെയ്യിച്ചു, അദ്ദേഹം അത് ചെയ്തു. ശരിക്കും തെങ്കാശിപ്പട്ടണം സിനിമ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ആയപ്പോൾ തന്നെ മറ്റ് ചിത്രങ്ങൾക്ക് കിട്ടാത്ത ഒരു അനുഭൂതി ഞങ്ങൾക്കുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഇത് 100 ദിവസത്തിന് മേൽ ഓടുന്ന സിനിമയാണ് എന്നൊരു ധാരണ ഞങ്ങൾക്ക് അറിയാതെ തന്നെ ഞങ്ങളുടെ മനസ്സിൽ വന്നു. അത് ഞങ്ങളുടെ സംസാരത്തിലും എഴുത്തിലുമൊക്കെ ഞങ്ങളത് തീരുമാനിച്ചു. ഇത് 100 ദിവസത്തിൽ കൂടുതൽ പോകുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? അങ്ങനെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് മോഹൻലാലായിരിക്കും കുറച്ചുകൂടി ആപ്റ്റ് ആ കഥ. അങ്ങനെ ഒന്ന് എഴുതിയാലോ, മമ്മൂട്ടിയെ വെച്ച് എഴുതിയാലോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചു. എഴുതുകയും ചെയ്തു, എഴുതി നോക്കുകയും ചെയ്തു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അങ്ങോട്ടല്ല എത്തിയത്, സുരേഷ് ഗോപി എന്ന നടനിലേക്കാണ് എത്തിച്ചേർന്നത്.